ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചിന്റെ അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയ ജിതിൻ. നമ്മുടെ സർവീസിലിരിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു സന്തോഷമുള്ളൊരു കാര്യം ഈ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ചെറിയ സന്തോഷമാണോ വലിയ സന്തോഷമാണോ എന്നുള്ളതൊക്കെ അത് വായിച്ച് നോക്കിയിട്ട് നമുക്ക് പറയാം അല്ലെ. അപ്പൊ നമുക്ക് ആ ന്യൂസ് എന്താണെന്ന് നോക്കാം. അറിയാത്ത അധ്യാപകര്, ഇപ്പൊ സർവീസ് ചെയ്യുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു. ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. അവരുടെ സർവീസിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കുറേയധികം കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് ഒരു സന്തോഷമുള്ള ഒരു കാര്യം നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് കുളിർമയേകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഇതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതായത് ന്യൂനപക്ഷ വിദ്യാലയങ്ങളിലെ അധ്യാപക നിയമനം, സ്ഥാനക്കയറ്റം. അധ്യാപക നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനും എന്ത് നിർബന്ധമല്ല? കേട്ടറ്റ് നിർബന്ധമില്ല. ശ്രദ്ധിക്കേണ്ടത് ന്യൂനപക്ഷ വിദ്യാലയങ്ങള്, മൈനോറിറ്റീസ് സ്ഥാപിച്ചിട്ടുള്ള വിദ്യാലയങ്ങൾ, അവിടുത്തെ അധ്യാപക നിയമനത്തിനും അതേപോലെ തന്നെ പ്രൊമോഷൻസിനും എന്ത് നിർബന്ധമില്ല? കേട്ടറ്റ് നിർബന്ധമില്ല എന്നുള്ള ഒരു ഉത്തരവ് ആരിറക്കിയിരിക്കുകയാണ്? പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്കറിയാം കേട്ടറ്റ് എന്ന് പറയുന്നത് അധ്യാപകര് നിർബന്ധമായിട്ടും ക്വാളിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എലിജിബിലിറ്റി ടെസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം എന്നുള്ളത് സുപ്രീം കോടതി വിധി അനുസരിച്ച് വന്നിട്ടുള്ളതായിരുന്നു. പക്ഷെ അന്ന്, അതായത് 2025 സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു വിധി വന്ന സമയത്ത് ന്യൂനപക്ഷ വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല? കൃത്യമായിട്ടൊരു പരാമർശം വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് എന്ത് ചെയ്യാണ്? ഒരു വിശാല ബെഞ്ചിന് വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു. 7 അംഗങ്ങളുള്ള ഒരു ബെഞ്ചിന് അതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു സമയം കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് നിലവില് ന്യൂനപക്ഷ വിദ്യാലയങ്ങളിലുള്ള അധ്യാപകരുടെ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ സുപ്രീം കോടതി ഫൈനലായിട്ട് ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ന്യൂനപക്ഷ വിദ്യാലയങ്ങളിലെ അധ്യാപക നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനും കേട്ടറ്റ് നിർബന്ധമില്ല എന്നുള്ള ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. ഓക്കെ, പുതിയ ഉത്തരവ് നിരവധി പേർക്ക് തുണയാകും. നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരും അതേപോലെ തന്നെ ന്യൂനപക്ഷ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുമാണ് എന്ത് ചെയ്യേണ്ടത്? ഇപ്പൊ അവർക്കാണ് കേട്ടറ്റ് നിർബന്ധമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് ന്യൂനപക്ഷ വിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് ആ ഒരു കാര്യത്തിൽ നിന്നൊരു ഇളവ് വന്നിട്ടുണ്ട്. നമുക്ക് കൂടുതൽ വിശദമായിട്ട് എന്താണ് സംഭവം എന്ന് നോക്കാം. ന്യൂനപക്ഷ പദവിയിലുള്ള വിദ്യാലയങ്ങളിലെ അധ്യാപക നിയമനങ്ങൾക്കും സ്ഥാനക്കയറ്റത്തിനും കേട്ടറ്റ് നിർബന്ധമില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് വന്നിട്ടുണ്ട്. 2025 അഞ്ജുമൻ ഇഷ അത്തെ താലിം ട്രസ്റ്റ് കേസിൽ സുപ്രീം കോടതി പൊതുവിഭാഗം സ്കൂളുകൾക്ക് കേട്ടറ്റ് നിർബന്ധമാക്കിയിരുന്നുവെങ്കിലും ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം 7 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പൊ അതാണ് പറയുന്നത്, സുപ്രീം കോടതി അന്തിമമായിട്ട് ന്യൂനപക്ഷ വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ നിയമനമാണെങ്കിലും അതേപോലെ തന്നെ പ്രൊമോഷനും അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളത് എന്ത് ചെയ്തിട്ട് അന്തിമ തീരുമാനം എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 7 അംഗ ഭരണഘടനാ ബെഞ്ചിനായിരുന്നു സുപ്രീം കോടതി വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവില് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്ത് പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെ ഒരു ഉത്തരവ്, അതായത് കേട്ടറ്റ് ഇപ്പൊ ന്യൂനപക്ഷ വിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനും എന്ത് നിർബന്ധമല്ല? കേട്ടറ്റ് നിർബന്ധമല്ല. ഇനി ഇങ്ങനെ ഒരു ഉത്തരവ് വരാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ കുമ്പള കുന്താർ AUP സ്കൂളിലെ സീനിയർ അധ്യാപികയായിട്ടുള്ള AK ദാക്ഷായണിയുടെ സ്ഥാനക്കയറ്റം അംഗീകരിച്ചാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് ഇറക്കിയതെങ്കിലും നേരത്തെ പല സാഹചര്യങ്ങളിലും കേട്ടറ്റ് ഇല്ലെന്ന കാരണത്താൽ ന്യൂനപക്ഷ സ്കൂളിലെ അധ്യാപക നിയമനങ്ങളും പ്രധാന അധ്യാപക സ്ഥാനക്കയറ്റങ്ങളും നിരസിക്കപ്പെട്ടിരുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ ഈ പുതിയ ഉത്തരവ് നിരവധി പേർക്ക് തുണയാകും. അതായത് കുന്താർ AUP സ്കൂളിലെ പ്രധാന അധ്യാപികയായിട്ട് AK ദാക്ഷായണിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നു, പ്രൊമോഷൻ കിട്ടുകയാണ്. അപ്പൊ പ്രൊമോഷൻ കിട്ടുമ്പോൾ ഒരു 20 വർഷത്തിനടുത്തേക്ക് ഒരു സർവീസ് ഉള്ള ഒരു അധ്യാപികയാണ്.
പക്ഷെ അവർക്ക് കേട്ടിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിന്റെ മാനേജർ എന്ത് ചെയ്യാണ്, ഒരു കേസ് ഫയൽ ചെയ്യാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ പ്രൊമോഷൻ റദ്ദാക്കുന്നു. കേട്ടിട്ടില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് അവരുടെ നിയമനം റദ്ദാക്കുന്നു. അങ്ങനെയാണ് കേസ് പോകുന്നത്. ഹൈക്കോടതിയിലോട്ട് കേസ് എത്തുന്നു. അങ്ങനെ ആ ഒരു കേസിനെ കുറിച്ച് പഠിച്ച് അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത്, നിലവില് കേട്ടിട്ട് എന്ന് പറയുന്ന ഒരു കാര്യം നേടിയെടുത്തിട്ടില്ലെങ്കിലും അവിടെ ദാക്ഷായണി ടീച്ചർക്ക് എന്താകാം, പ്രധാന അധ്യാപക സ്ഥാനക്കയറ്റം കൊടുക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ എന്ത് വരികയാണ്, ഒരു ഉത്തരവ് വരികയാണ് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്തായിട്ട് പറയുന്നത്, ന്യൂനപക്ഷ വിദ്യാലയങ്ങളിലെ അധ്യാപന നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനും കേട്ടിട്ട് നിർബന്ധമല്ല. ഓക്കെ. കുന്താർ AUP സ്കൂളിലെ പ്രധാന അധ്യാപികയായി നിയമിതയാകേണ്ടിയിരുന്ന എ കെ ദാക്ഷായണിക്ക് കേട്ടറ്റ് യോഗ്യതയില്ലെന്ന കാരണത്താൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരത്തെ നിയമന അംഗീകാരം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നിരസിച്ചിരുന്നു. ഇതിനെതിരെ സ്കൂൾ മാനേജർ നൽകിയ റിവിഷൻ ഹർജിയും ഹൈക്കോടതി ഉത്തരവും പരിഗണിച്ചു. ഹൈക്കോടതി ഉത്തരവില് വരുന്നത് അതാണ്, ടീച്ചർക്ക് എന്ത് ചെയ്യണം, പ്രൊമോഷൻ കൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ് ഹൈക്കോടതി പറയുന്നത്. അപ്പൊ ഹൈക്കോടതി ഉത്തരവും പരിഗണിച്ചാണ് നിലവിൽ എന്ത് ചെയ്യുന്നത്, സർക്കാർ ഇടപെട്ടുകൊണ്ട് ഒരു ഉത്തരവ് ഇത്തരത്തില് നിർബന്ധമല്ല എന്നുള്ളൊരു കാര്യം വന്നിട്ടുള്ളത്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് അടുത്ത പോയിന്റാണ്, ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചിന്റെ അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ എന്താ പറയുന്നത്, ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചിന്റെ അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ തെറ്റ് യോഗ്യത നിർബന്ധമല്ലെന്നിരിക്കെ, അതായത് നമ്മൾ പറഞ്ഞു സുപ്രീം കോടതി എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു വിശാല ബെഞ്ചിന് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി അവസരം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നിലവിൽ അതിനെപ്പറ്റിയുള്ള യാതൊരു തീരുമാനങ്ങളും വന്നിട്ടില്ല. ആ തീരുമാനം ഉണ്ടാകുന്നതുവരെ, അതായത് തെറ്റ് യോഗ്യത നിർബന്ധമല്ലെന്നിരിക്കെ കേട്ടിട്ടില്ലെന്ന പേരില് എന്ത് ചെയ്യാനായിട്ട് പാടില്ല, നിയമന അംഗീകാരം തടഞ്ഞു വെക്കാനാവില്ലെന്ന് സർക്കാർ ഉത്തരവില് വ്യക്തമാക്കുന്നു. തുടർന്ന് വിദ്യാഭ്യാസ ഡയറക്ടറുടെ മുൻ ഉത്തരവ് റദ്ദാക്കി. അതായത് ആ ടീച്ചറുടെ പ്രൊമോഷൻ റദ്ദാക്കിക്കൊണ്ടൊരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഉത്തരവ് റദ്ദാക്കി അധ്യാപികയുടെ നിയമനം 2025 ഏപ്രിൽ 1 മുതൽ അംഗീകരിക്കാൻ കുമ്പള AUK പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. യെസ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. സുപ്രീം കോടതി നിലവില് ന്യൂനപക്ഷ വിദ്യാലയങ്ങളിലെ അധ്യാപന നിയമനത്തെക്കുറിച്ചും പ്രൊമോഷനെ കുറിച്ചും എന്ത് ചെയ്തിട്ടില്ല, അന്തിമ തീരുമാനങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതില്ലാത്തിടത്തോളം കാലം തെറ്റെന്ന് പറയുന്നത് എന്തല്ല, ഒരു നിർബന്ധിത യോഗ്യതയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പൊ സുപ്രീം കോടതി ബെഞ്ച് അങ്ങനെ ഒരു കാര്യം പറഞ്ഞെങ്കിൽ മാത്രമേ തെറ്റ് നിർബന്ധമായിട്ട് എവിടെ വരുള്ളൂ, മൈനോറിറ്റി സ്കൂൾസിൽ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതുവരെയും തെറ്റ് നിർബന്ധമല്ല. പക്ഷെ നാളെ ഒരിക്കല് വിശാല ബെഞ്ചിന്റെ ഒക്കെ പഠനത്തിന്റെ അടിസ്ഥാനത്തില് സുപ്രീം കോടതിക്ക് എന്ത് പറയാം, ന്യൂനപക്ഷ വിദ്യാലയത്തിലെ അധ്യാപകർക്കും എന്ത് ആവശ്യമായിട്ട് വരും, കേട്ടിട്ട് അല്ലെങ്കിൽ എലിജിബിലിറ്റി ടെസ്റ്റ് ക്ലിയർ ആക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇത് സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമല്ല. സുപ്രീം കോടതിയാണ് എന്ത് ചെയ്യുന്നത്, അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ നമുക്കറിയാം ആ ഒരു തീരുമാനം എന്നാണോ വരുന്നത് അതിനനുസരിച്ച് ഈ ഒരു ടെറ്റിന്റെ കാര്യത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ സുപ്രീം കോടതി പറയുകയാണ് ന്യൂനപക്ഷ വിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് നിയമനത്തിന് ടെറ്റ് നിർബന്ധമല്ല, പ്രൊമോഷൻ ടെറ്റ് നിർബന്ധമല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതല്ല, സുപ്രീം കോടതി പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയാണ് ഗവൺമെന്റ് സ്കൂളുകളിലെ അധ്യാപകർക്ക് മാത്രമല്ല ന്യൂനപക്ഷ വിദ്യാലയങ്ങളിലെ അധ്യാപകർക്കും ടെറ്റ് നിർബന്ധമാണ്, അതുണ്ടെങ്കിൽ മാത്രം പഠിപ്പിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉത്തരവിൽ മാറ്റങ്ങൾ വരും. ടെറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഉറപ്പായിട്ടും നേടിയെടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ മുന്നിൽ കാണേണ്ട ഒരു സാധ്യത എന്ന് പറയുന്നത് ടെറ്റ് നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇതിപ്പോ നാളെ മാറുമോ മറ്റൊന്ന് ഉത്തരവ് മാറുമോ എന്നുള്ള രീതിയിൽ ഡൗട്ട് അടിച്ചിരിക്കേണ്ട. അപ്പൊ ഉടനെ തന്നെ എന്ത് ചെയ്യാം, ആ ഒരു യോഗ്യത നേടിയെടുക്കാം. അപ്പൊ അധ്യാപകർക്ക് ഇപ്പൊ നിലവില് ചെറിയ രീതിയിലാണെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. പക്ഷെ അതൊരിക്കലും പെർമനന്റ് ആണെന്ന് വിചാരിക്കരുത്. എത്രയും പെട്ടെന്ന് കേട്ടിട്ട് യോഗ്യത നേടിയെടുക്കുക. ഇനി കേട്ടിട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സൈലം ടീച്ചിങ് എക്സാംസിൽ കൃത്യമായിട്ടുള്ള ബാച്ചുകൾ ഉണ്ട്. കേട്ടിട്ട് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ലൈവ് ബാച്ചുകളും, കാറ്റഗറി 3 നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ് തുടങ്ങിയവയുടെ റെക്കോർഡഡ് ബാച്ചുകളുമാണ്
നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ കേട്ടിട്ട് നിങ്ങൾ എന്താണോ പഠിക്കേണ്ടത് കൃത്യമായിട്ട് PYQs എല്ലാം കൊടുത്തുകൊണ്ട് നമ്മളൊരു റാങ്ക് ഫയലും കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അവിടെ 6 പുസ്തകങ്ങളിലായിട്ട് നിങ്ങൾക്ക് 12 വിഷയങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇനി വരാൻ പോകുന്ന കേട്ടിട്ട് തന്നെ നിങ്ങൾ മാക്സിമം ക്വാളിഫൈ ചെയ്യുക. കേട്ടിട്ടില്ലാത്തൊരു കാരണം കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങളുടെ അധ്യാപക ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നം നഷ്ടപ്പെട്ടു പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. കൃത്യമായിട്ട് പഠിച്ച് എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ടീച്ചിങ് എക്സാംസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പുതിയ അപ്ഡേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്